കൂട്ടുകാരെ, ഇന്നില്ലേ ഞാനിപ്പം നമ്മുടെ സിറ്റിയിൽ വന്നായിരുന്നല്ലോ. പിന്നെ നിങ്ങൾ ഓർക്കും എനിക്കൊരു വണ്ടി പോലും ഇല്ലായിരിക്കുന്നു. പക്ഷേ എനിക്കൊരു വണ്ടിയുണ്ട്, കാണിച്ചു തരട്ടെ. കണ്ടാ, ഇതാണ് നമ്മളുടെ മൂന്ന് കാറിലെ 2 കാറും 1 ബൈക്കും. ഗൈസ്, ഇത് നമ്മുടെ GTR, പിന്നെ ഇത് നമ്മുടെ മസ്താങ്ക്, പിന്നെ നമ്മൾ ഇത് ഏതാ കവാസാക്കി അങ്ങനെ കണ്ടൊരു പേരിൻ്റെ ബൈക്കാ. അപ്പം പിന്നെ ഇല്ലേ നമ്മളിന്നൊരു റൈഡിന് പോയിരുന്നു. അപ്പം ഇന്ന് എന്നെ സോമൻ ചേട്ടനെ ഒന്ന് വിളിച്ചായിരുന്നേ. എനിക്ക് സോമൻ ചേട്ടൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം പോട്ടെ. സോമൻ ചേട്ടനൊക്കെ ഇതൊന്ന് കാണിച്ച് പറയാം ഇതെൻ്റേതാന്നൊക്കെ. നല്ല സ്പീഡുണ്ട് കണ്ടോ. അമ്മേ സ്പീഡുണ്ടെന്ന് പറഞ്ഞിട്ടാ ഇപ്പം താഴെ കിടക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെയും കയറിയിട്ടൊക്കെ ഉണ്ട്. നീ താഴെ പോവോ? ഇവിടെ ഇതെന്നാ വണ്ടിയാ ഇങ്ങനെ വളഞ്ഞു പോകുന്നേ? എനിക്കൊന്ന് ഫോർച്യൂണർ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ലെജൻഡർ. ഞാൻ സോമൻ ചേട്ടൻ്റെ വീട്ടിൽ ഒരു വണ്ടി പോലും ഇല്ല. സോമൻ ചേട്ടൻ എപ്പോഴും ജോലിക്ക് വന്ന് നടന്ന. മാത്രമല്ല സോമൻ ചേട്ടൻ്റെ ജോലി എന്നാണെന്നറിയാവോ? സോമൻ ചേട്ടൻ പുതിയൊരു ജോലി എടുത്തായിരുന്നു, പോലീസ്. ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ ഈ വീട് മൊത്തം അരിച്ചു പുറക്കെ നോക്കി, ഇവിടെ നിന്ന് സോമൻ ചേട്ടനെ ഞാൻ കണ്ടില്ല. ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും. ചില ദിവസങ്ങളിലൊക്കെ അവധിയുണ്ട്. നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് വിടാം. വീടുണ്ടല്ലോ, അതുകൊണ്ടാണ് നല്ലത്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മളിപ്പം പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി എന്നെ കാര്യമൊന്നും അറിയത്തില്ല. മാത്രമല്ല ഒരു സെക്യൂരിറ്റി ഗാർഡാണ് നമ്മുടെ സോമൻ ചേട്ടൻ. ഞാൻ കഴിഞ്ഞ തവണ ബോംബിട്ട് കൊന്നില്ലേ കുറച്ച് പേര്, 2-3 പേരെ, അല്ല 2 പേരെ. അപ്പം സോമൻ ചേട്ടൻ എന്തി? ഇത് സോമനല്ല, പിന്നെ ഇതൊന്നും സോമൻ ചേട്ടനല്ല. സെക്യൂരിറ്റി എപ്പോഴും ആവുന്നത്. പിന്നെ എവിടെയൊന്നും ഇല്ലായിരിക്കും. പിന്നെ എവിടെയായിരിക്കും ഗായ്സ്? ഇപ്പം ഞാൻ പോലീസിനോട് ചോദിച്ചപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായേ. നമ്മുടെ സോമൻ ചേട്ടനാണെങ്കിൽ സോമൻ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കണ്ടൊന്ന് പോയായിരുന്നു. ഫ്രണ്ടാണോ എന്നറിയത്തില്ല, അവിടെ ഫ്രണ്ടൊന്നും കാണാനില്ല. ഒരു വീടാത്. ആ വീടിന് പുതിയ തരത്തിലുള്ള വീടാണ്. ഞാൻ സോമൻ ചേട്ടനെ പോയി കാണണ്ടേ. ഇവിടെ എവിടെയോ സോമൻ ചേട്ടൻ്റെ വീട്, അല്ല സോമൻ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. അതോ ഇനി സോമൻ ചേട്ടൻ പുതിയ വീടെടുത്തോന്നും അറിയത്തില്ല വാടകയ്ക്ക്. സോമൻ ചേട്ടന് അത്ര ക്യാഷൊന്നും ഇല്ല. ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പോലീസുകാർ പറഞ്ഞത്. എന്നാണോ ഇവിടെ കാണുമായിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ പിന്നെ നമ്മുടെ സോമൻ ചേട്ടൻ ഇപ്പോൾ ഉണ്ട്. ഇവിടെ സോമൻ ചേട്ടൻ എന്തിനാ പോയെന്നറിയാമോ? ഇത് വാടകയ്ക്കെടുത്ത കുറച്ച് കാശ് ലോൺ കൊടുത്താണ് എടുത്തത്, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അവിടെ കൂട്ടുകാരൻ്റെ വീടൊന്നുമല്ല. ഞാൻ സോമൻ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഗൈസ്. ഞാൻ സോമൻ ചേട്ടനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സോമൻ ചേട്ടൻ പറഞ്ഞു ഇതൊരു ട്രെവർ അണ്ണൻ്റെ വീടാ, അതുകൊണ്ട് ചിലപ്പം നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രെവർ ആരാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ GTA 5 ചിലപ്പോൾ ട്രെവർ ഉണ്ടായിരിക്കും. അതാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെന്നൊക്കെ ഈ പറയുന്നത് ചേട്ടൻ. സോമൻ ചേട്ടാ, ഈ ലോസ് സാന്തോസിലെ ട്രെവറിനെയാണോ അതോ വേറെ ഏതെങ്കിലും ട്രെവറിനെയാണോ പറയുന്നത്? എനിക്ക് തോന്നുന്നു ലോസ് സാന്തോസിലെ ട്രെവറിനെ തന്നെയാണ് തോന്നുന്നു. ഇവിടെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ എൻ്റെ വീടും കൂടെ മൈക്കിളിൻ്റെയാണ്. മൈക്കിളാരാ? ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ട്. ഞാനൊരു ഫ്രാങ്ക്ലിൻ ആണല്ലോ. പിന്നെ ഇവിടെ നിന്നാ വേറൊരു ഫ്രാങ്ക്ലിൻ?
അത് നിനക്കല്ലേ അറിയുള്ളൂ. ഫ്രാങ്ക്ലിൻ ഏതാ? ഓക്കെ, എനിക്കില്ല, ഞാൻ ട്രെവർ അണ്ണനെ ഒന്ന് കാണണം. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് മൈക്കിൾ അണ്ണനെ ഒന്ന് കാണണം. പിന്നെ എൻ്റെ വീട് ആരുടെ ആയിരിക്കും? ഓ, അത് നിൻ്റെ തന്നെ വീടാ, ഫ്രാങ്ക്ലിൻ്റെ. അങ്ങനെയാണോ? ഗീല്ലേ, ഞാൻ വിട്ടേക്കും അങ്ങ്. അല്ല, ട്രെവർ അണ്ണൻ എന്നാ വരുന്നേ? ട്രെവർ അണ്ണൻ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് വരും. പിന്നെ മൈക്കിൾ അണ്ണനോ? മൈക്കിള് നമുക്ക് നാളെ തന്നെ വരും. നാളെയോ? കർത്താവ് പണിയായി. നാളെ എപ്പോഴാണ് ലാൻഡ് ചെയ്യുന്നത്? നാളെ ഒരു രാത്രിയാവോ? എത്ര മണിയാവും? ഓ, അത് പിന്നെ ഒരു 11 മണി. അയ്യോ, കിടന്നുറങ്ങേണ്ട സമയമായിരുന്നു. എന്നാൽ നമ്മുടെ സോമണ്ണ, ഞാൻ പിന്നെ ട്രെവർ അണ്ണനെയും മൈക്കിൾ ചേട്ടനെയൊക്കെ കണ്ടിട്ട് വരാം. ഇപ്പോഴല്ല വരുന്നതെന്ന്. എന്നായിരിക്കും അവർ പോകുന്നത്? ഇല്ല, അവർ പോകത്തില്ല. എന്നാൽ ശരി, ഞാൻ പോവാം. ഗൈസ്, ഇവിടെ പറഞ്ഞേക്കുന്ന ട്രെവർ അണ്ണനും മൈക്കിൾ ചേട്ടനും ഒക്കെ വരുമെന്ന്. എന്താണോ ഇത് അവരുടെ വീടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ വീട് നമ്മുടെ തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങോട്ടങ്ങ് പോട്ടെ ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വീട്ടിലിരുന്ന് ഈ ലോൺ എടുത്തിട്ട് വാടകയ്ക്ക് പൈസ കൊടുത്തത് വരെ ട്രെവർ അണ്ണനാണ്. ഇത് ട്രെവർ അണ്ണൻ്റെ വീടാണ്. പിന്നെ മൈക്കിളിൻ്റെ വീട് നമ്മുടെ യെല്ലോ ഹൗസില്ലേ, സോമൻചാണ്ടിൻ്റെ ഹൗസ്. അത് എനിക്ക് തോന്നുന്നു അവർ പണ്ട് ഇന്ത്യയിൽ താമസിച്ച് ഉള്ളവരാണ്. ഏതാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഏതായാലും സാരമില്ല, നമുക്ക് നല്ല വെള്ളമുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ചാടണം. കുറച്ച് നേരം കിടന്നുകൊണ്ട് കുളിക്കട്ടെ. പിന്നെ ഞാനിവിടെ പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാൻ ഈ ബൈക്കിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ഞാൻ പണ്ട് മൈക്കിളിൻ്റെ ഫോൺ നമ്പർ ഒന്ന് സേവ് ചെയ്തായിരുന്നു. ഇപ്പം കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ പിന്നെ എന്നാണോ വയസ്സ് എനിക്കൊന്നും അറിയത്തില്ലായിരിക്കും. പോയി ഗൈസ്. നമുക്ക് ഈ GTR എടുത്തൊന്ന് പുറത്ത് വരെ പോകണം. ഞാൻ എയർപോർട്ട് വരെ എനിക്ക് പോകണം ഗൈസ്. നമ്മുടെ ഈ മൈക്കിൾ എന്ന് പറയുന്ന ആളുകൾ ഇനി വരാനിരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനത്തേതാണ് നമ്മുടെ ഇത്. GTR തന്നെ വേണമായിരുന്നു, മസ്താങ് പോരായിരുന്നു. GTRന് നല്ല വില കൊടുക്കണം. എന്നാലും സാരമില്ല, ഇരിക്കട്ടെ. ഓ, വഴി തെറ്റിപ്പോയി പറഞ്ഞ്. എപ്പോഴും വഴി തെറ്റിപ്പോവും. എത്തി. അയ്യോ, ഇത് ഞാൻ പറഞ്ഞേ മൊത്തം പോകുമെന്ന്. ഇനി ഇത് ഫുള്ള് ഇതൊക്കെ എന്നാ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇനി എങ്ങോട്ട് പോകണം? ഇവിടെ ഒന്ന് കയറി സംസാരിച്ചിട്ട് വരാം. ഇപ്പം അവർ പറയുന്നത് ഫ്രാങ്ക്ലിൻ പോട്ടെ, മൈക്കിൾ ഏട്ടൻ എന്ന് പറയുന്നയാൾ വരുന്നുണ്ടെന്നൊക്കെയാണ്. പക്ഷേ
സമയം ഒരു 12 മണിയാണെന്നാണ് പറഞ്ഞത്. 11 മണിക്ക് ചോദിച്ചപ്പം 12 മണിക്ക് എത്തിയ ആൾ മാത്രമേ ഉള്ളൂന്നാണ് പറഞ്ഞത്. എന്നാണോ ഏതായാലും ഇന്ന് രാത്രിയല്ല, നാളെ രാത്രിയാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. എനിക്കിത് ഫർണിച്ചറിന് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം പോവും. ഇപ്പം ആ ഡോറ് തുറക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് എത്തി നോക്കട്ടെ. ഇല്ല, തുറന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് സമയത്തേക്കേ ഉള്ളെന്ന്. ഞാൻ വേഗം വിട്ടേക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ എത്തേണ്ട. വേഗം വീട്ടിൽ എത്തിയിട്ടില്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണമെങ്കിൽ കമൻറ്റും ചെയ്യാം. എന്നാൽ ബൈ.